ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇടിഞ്ചക്ക തോരനാണ്. അപ്പം ഇപ്പം ഇവിടെ ഇടിഞ്ചക്കയൊക്കെ വന്നു തുടങ്ങി, ഇപ്പം സീസൺ ആണല്ലോ, അപ്പം അതൊക്കെ വന്നു തുടങ്ങി. അപ്പം അതുകൊണ്ടൊരു തോരനും, പിന്നെ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം മാങ്ങായും ഉണ്ട്, നല്ല പച്ചമാങ്ങ ഇരിപ്പുണ്ട്. അപ്പം അതും കൊണ്ട് മത്തി മാങ്ങയും കൂടെ കൂട്ടാൻ വയ്ക്കുക. പിന്നെ ഒരു കിച്ചടിയും കൂടെ വെക്കണമെന്നുണ്ട്. ബാക്കി പിന്നെ ഇനി ഞാൻ വെക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് എന്തെങ്കിലും കൂടെ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം മെയിനായിട്ടും ഇടിഞ്ചക്ക തോരനും മീൻ കൂട്ടാനും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യം ഒരു ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കാം. ഇവിടെ ഇടിഞ്ചക്ക ഇഷ്ടം പോലെ കിട്ടും സീസണായി കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ ചക്ക, വലിയ മൂത്ത ചക്ക നമുക്ക് കിട്ടത്തില്ല, വളരെ കുറവായിരിക്കും. ഇവിടുത്തെ പച്ചക്കറി കടയിലും അങ്ങനെയൊന്നും വെക്കുന്ന കണ്ടിട്ടില്ല. പിന്നെ ലുലുവിൽ പോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ പഴുക്കാത്ത ചക്ക. ഇനി ചക്ക അങ്ങോട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. വഴിയിലൊക്കെ വെച്ചിരുന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും പഴുത്ത ചക്ക. പക്ഷെ പച്ച ചക്ക, നമ്മൾ പുഴുക്കൊക്കെ വെക്കുന്ന ചക്ക അങ്ങനെ കിട്ടാറേയില്ല. അപ്പം ഇടിഞ്ചക്ക എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു. ഇനി നമുക്ക് അത് കട്ട് ചെയ്ത് കുക്കറിലിട്ട് നമുക്ക് വേഗം വേവിച്ചെടുക്കാം. ചെറുതായിട്ട്, ഒത്തിരി ചെറുതായിട്ടല്ല, കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് അത് കുക്കറിൽ 1-2 വിസിലൊക്കെ അടിക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. ഇനി നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പം മത്തി കിട്ടിയിട്ടുണ്ട്, പിന്നെ മാങ്ങ ഇരിപ്പുണ്ട്. അപ്പം മാങ്ങ ഇട്ട് വെക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പം ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നല്ലപോലെ പച്ചമാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അത് കൊണ്ടിപ്പം മീനൊക്കെ വെക്കുന്ന മിക്കവാറും മാങ്ങ ഇട്ടാണ്. അപ്പം കുറച്ച് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ടും ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും. പിന്നെ 2-3 ചെറിയ ഉള്ളിയും കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും, ഒരു കഷ്ണം ഇഞ്ചിയും മതി. 2 കഷ്ണം എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. പക്ഷേ ഇപ്പം ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ടെല്ലാം മിക്സി ഓൺ ചെയ്യുമ്പോഴത്തേനും കറണ്ട് അങ്ങ് പോവും. അപ്പം പിന്നെ എനിക്ക് പിന്നെ അരയ്ക്കാൻ പറ്റിയില്ല. അപ്പം ഞാനത് മാറ്റി വെച്ചു. ഞാൻ വിചാരിച്ചു തോരൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാമെന്ന്. അപ്പം അത് ഏകദേശം വെന്ത് ഇരിപ്പുണ്ട്, അത് പെട്ടെന്ന് വേകും. അപ്പം അത് നമുക്ക് ഇങ്ങനെ, എനിക്ക് ഇടികല്ലുണ്ട്, അപ്പം അതിൽ ഇങ്ങനെ ചതച്ചെടുക്കാം. അപ്പോൾ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് തോരൻ ഉണ്ടാക്കാം. തോരന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും മുളകും ഉഴുന്നുപരിപ്പും ഇട്ട് കടുക് വറക്കണം. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഉഴുന്നുപരിപ്പെല്ലാം എടുത്തു വെച്ചു. പക്ഷേ ആ ഒരു വെപ്രാളത്തിൽ ആ ഒരു സ്പീഡ് ചെയ്തപ്പോഴത്തേനും ഞാൻ ഉഴുന്നുപരിപ്പ് ഇടാനങ്ങ് മറന്നുപോയി. ഇടിഞ്ചക്ക തോരനൊക്കെ വെക്കുമ്പോൾ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാലാണ് ഒരു ടേസ്റ്റ് ഉള്ളത്. അപ്പം അതെല്ലാം ചേർത്ത് ഇനി ഇതിനകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടതും തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഏകദേശം റെഡിയായി. ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ടതും ചേർത്ത് കൊടുത്തു, തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇനി ഒന്നും ചേർക്കണ്ട. മുളക് പൊടിയൊക്കെ വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ പച്ചമുളകിൻ്റെ തന്നെ എരിവാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റി വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി.
അപ്പോഴത്തേനും നമ്മുടെ കറണ്ടൊക്കെ വന്നപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയൊക്കെ മുറിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം അത് മൂത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. മാങ്ങയും ചേർക്കണം അതിൻ്റെ കൂട്ടത്തിൽ. മാങ്ങയും കൂടെ ചേർത്ത് ഞാൻ തിളപ്പിച്ചെടുക്കും. പിന്നെ ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമുക്കൊരു കിച്ചടിയും കൂടെ ഉണ്ടാക്കാം. വെള്ളരിക്ക ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ വെള്ളരിക്ക ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കിച്ചടി ഉണ്ടാക്കാം. അത് ചെറുതായിട്ട് അരിഞ്ഞ് വേവിക്കാൻ വെക്കുക. അപ്പോഴത്തേക്ക് മീനൊക്കെ മീനല്ല, അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മത്തിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് അടച്ചു വെച്ച് ഇനിയും ബാക്കി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറിയും റെഡിയാവും. പിന്നെ ഇനി വെള്ളരിക്ക കിച്ചടി പ്രത്യേകിച്ചൊന്നുമില്ല. വെള്ളരിക്ക എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അത് വേവിക്കാൻ വെക്കുക. പിന്നെ അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും ഉള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പം വെള്ളരിക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇത് ഏകദേശം തിളച്ച് വന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്താൽ മതി. പച്ച വെളിച്ചെണ്ണയൊന്നും ചേർക്കണ്ട, കാരണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്തല്ലേ എല്ലാം മൂപ്പിച്ചത്. ഇനി നമുക്ക് ഞാനത് വേവിക്കാൻ വെച്ചു. അതെല്ലാം വെന്ത് വന്നു, നമ്മുടെ വെള്ളരിക്കയൊക്കെ വെന്ത് വന്നു. ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ഞാൻ മുമ്പേ പറഞ്ഞ ജീരകവും പച്ചമുളകും ഉള്ളി എല്ലാം കൂടെ ചേർത്തു അരച്ചിട്ട് അവസാനം കടുവും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു. അതൊന്ന് ചതച്ചാൽ മതി, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കടുക്. എന്നിട്ട് അത് വെന്ത വെള്ളരിക്കയിലേക്ക് ചേർത്ത് ആ അരപ്പൊന്ന് ആവി കയറി വന്നതിന് ശേഷം നമ്മൾ തൈരും കൂടെ ചേർത്തു. ഇനി വേണമെങ്കിൽ കടുക് വറുത്തിടാം. ഞാൻ അങ്ങനെ വീട്ടിലിങ്ങനെ നമ്മൾ സാധാരണ വെക്കുമ്പോൾ കിച്ചടിക്ക് അങ്ങനെ കടുക് വറുത്തിടാറില്ല. സദ്യക്കൊക്കെ നമ്മൾ ഓണസദ്യക്കും പിറന്നാൾ സദ്യക്കൊക്കെ വെക്കുമ്പോൾ ഞാൻ കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടും. ഇതിന് ഞാനങ്ങനെ കടുക് ഇങ്ങനെ ചതച്ചിടത്തേ ഉള്ളൂ, വറുത്തിടാറില്ല. അപ്പം നമ്മുടെ മീൻകറിയും റെഡിയായി, കിച്ചടിയും റെഡിയായി. അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഞാൻ ഒഴിച്ചുകറിയൊന്നും എടുത്തില്ല, കാരണം ഇത് ഇത്രയില്ലേ, അതുകൊണ്ട് തോരനും കിച്ചടിയും മീൻകറിയുണ്ട്. മീൻ കറിയല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഒഴിച്ചുകറിയൊന്നും എടുക്കണ്ടെന്ന്, മോരൊന്നും കാച്ചണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവസാനം വേണമെങ്കിൽ ഒഴിച്ചു കൂട്ടാനായിട്ട് തൈരുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.